കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഉത്തരകാശിയിലെ രക്ഷാപ്രവർത്തനങ്ങൾ വൈകിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡിംഗ് അനുമതി ലഭിച്ചതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം മിന്നൽ പ്രളയത്തിലകപ്പെട്ട മലയാളികൾ സുരക്ഷിതരാണെന്ന് സൈന്യം അറിയിച്ചു. എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രോഹിണി, ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ധരാലിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 1:45 മേഘവിസ്ഫോടനമുണ്ടായത്. ഈ മേഘവിസ്ഫോടനമുണ്ടായി ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ഇതിന് സമീപ പ്രദേശമായിട്ടുള്ള ഹർസൽ വാലിയിൽ മറ്റൊരു മേഘവിസ്ഫോടനമുണ്ടായി. ഇങ്ങനെ ഒരു ഇരട്ട വിസ്ഫോടനമായിരുന്നു ഈ പ്രദേശത്തുണ്ടായത്. അതാണ് ആഘാതം ഇത്രമാത്രം വലുതാകാൻ കാരണം. ഇന്നലെ പ്രചരിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ ഒരു ജലബോംബ് പോലെയായിരുന്നു ആ ഒരു മേഘവിസ്ഫോടനത്തിൽ ആ ഒരു ജലം ഒഴുകി വരുന്ന ഒരു ദൃശ്യങ്ങൾ എന്നുള്ളത്. ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം എന്നുള്ളത് ഇന്നലെ മുതൽ ആരംഭിച്ച അതിശക്തമായ മഴ ഇന്ന് ഉച്ചയോടുകൂടിയാണ് അല്പം ശമിച്ചത്. ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് റോഡ് മാർഗം ഈ മേഖലയിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇവിടേക്ക് ഉള്ള റോഡ് പൂർണ്ണമായും തകർന്നു. മാത്രമല്ല ആ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പാലവും തകർന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാലവും ഈ റോഡും ഈ പണിയാതെ ഇനി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ NDRFനോ സൈന്യത്തിനോ റോഡ് മാർഗം ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. മറിച്ച് അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത ഹെലികോപ്റ്റർ മാത്രമാണ്. ഹെലികോപ്റ്ററിന് ഇന്നിപ്പോൾ ഉച്ചവരെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തന്നെ ഹെലികോപ്റ്ററിന് ലാൻഡിംഗ് പെർമിഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ഹെലികോപ്റ്റർ എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനം ഉച്ചവരെ സാധ്യമായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ മാറി അല്പം ഒരു ആശ്വാസം. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി, നേരിയ തെളിഞ്ഞ കാലാവസ്ഥയുണ്ടായി. ഇതിനുശേഷമാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഹെലികോപ്റ്ററിലൂടെ അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന ആൾക്കാരെ ഇവിടേക്ക് ഉത്തരകാശി മേഖലയിലേക്ക് എത്തിച്ച് അവർക്ക് ആവശ്യമുള്ള വൈദ്യസഹായം നൽകുകയും ചെയ്തു. മാത്രമല്ല NDRFനെ, ദേശീയ ദുരന്ത നിവാരണ സേനയെ അവരുടെ ഉപകരണങ്ങൾ സഹിതം ഈ ഹെലികോപ്റ്ററിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ ദുരിതബാധിത മേഖലയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. രാത്രിയിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് വൈദ്യുതി അടക്കം അവിടെ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ജനറേറ്റർ അടക്കമുള്ള ഉപകരണങ്ങളുമായാണ് ദേശീയ ദുരന്ത നിവാരണ സേന ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിലും രക്ഷാപ്രവർത്തനം സുഗമമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ 5 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഏതാണ്ട് 50-ലധികം ആൾക്കാരെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ NDRFന് പ്രദേശവാസികൾ കൈമാറിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാകും ഇനി വരും ദിവസങ്ങൾ ഉണ്ടാകുക. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആഘാതമാണ് ഈ ഉത്തരകാശി മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമയുമായി ഫോണിൽ സംസാരിച്ച് മുഴുവൻ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ സൈന്യത്തിൻ്റെ കൂടുതൽ സഹായം ലഭ്യമാക്കുമെന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതേസമയം ഇന്നിപ്പോൾ ഇവിടെ കുടുങ്ങിയിരുന്ന മലയാളികളെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തിരികെ നാട്ടിലെത്തിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൈക്കൊണ്ടതായിട്ടുള്ള കേന്ദ്ര മന്ത്രി ജോർജ് കുര്യൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോർജ് കുര്യൻ്റെ ഓഫീസ് ഇടപെട്ട് ഇവിടെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഓഫീസ് നേരിട്ട് ഇടപെട്ടിരുന്നു. അതിനുശേഷമാണ് ഈ മലയാളികളുടെ ഒരു നീക്കം കൂടുതൽ വേഗത്തിലായത്. അവരെ എത്രയും വേഗം അവരുടെ നാടുകളിലേക്ക് തിരികെ എത്തിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഒരുക്കിയതായിട്ടുള്ളതാണ് മന്ത്രി ജോർജ് കുര്യൻ്റെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കൂടുതൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ സെർച്ച് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി നാളെ ആർമിയുടെയും NDRFൻ്റെയും ഒക്കെ തന്നെ കൂടുതൽ സംഘാംഗങ്ങൾ ഈ മേഖലയിലേക്ക് എത്തും. രോഹിണി.